സുഖമായിട്ട് ജീവിക്കാൻ ചെറുപ്പത്തിലെ ആ സുഖം, സമ്പത്ത്, ഐശ്വര്യം എല്ലാം വേണം. കിട്ടുന്നതാണ് ആ ഈശ്വരന്റെ ആരാധനയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് പല ഈശ്വര ആരാധനകൾ അറിയാം. അമ്പലത്തിൽ പോവുക, തൊഴുക, പൂജാമുറിയിൽ വിളക്ക് വെക്കുക, നാമം ജപിക്കുക, വഴിപാട് നടത്തുക, പ്രദക്ഷിണം വെക്കുക, മറ്റു പല അമ്പലങ്ങളിൽ ദൂരെ പോയിട്ട് പ്രാർത്ഥനകൾ നടത്തുക, കെട്ടുകെട്ടി ശബരിമലയ്ക്ക് പോവുക, ഒരുപാട് ഈശ്വര ആരാധനകൾ. ഓരോ അമ്പലത്തിലും ഓരോ വഴിപാടുകളാണ്, ഓരോ പ്രത്യേകതകളാണ്. നമ്മൾ ഈ ഘടകരുടെ മുമ്പില്, ഭഗവതിയുടെ മുമ്പില്, ഓരോ വീട്ടിലെയും കൃഷ്ണ വിഗ്രഹങ്ങൾ കൊണ്ടുവച്ച് ആ ഭഗവാന്റെ മുമ്പിൽ ഇരുന്ന ഭാഗവതം കേട്ട് ആ ഭാഗവത രൂപിയായ ശ്രീകൃഷ്ണനെയാണ് ഇന്ന് പൂജിക്കുന്നത്. ആരെ നമസ്കരിച്ചാലും ആ നമസ്കാരം എത്തുന്നത് കേശവം പ്രതിഗച്ഛതി, കേശവന്റെ അടുത്താണ്, ശ്രീ ഗുരുവായൂരപ്പന്റെ അടുത്തേക്കാണ് എല്ലാ നമസ്കാരങ്ങളും എത്തുന്നത്. ആദ്യമായിട്ട് ഗണപതിയെ പ്രാർത്ഥിക്കാം. ഗണപതിയെ പ്രാർത്ഥിച്ചിട്ട് വേണം ഏതൊരു കാര്യവും തുടങ്ങാൻ. തൊഴുതോളും, തൊഴുതിരുന്നോളും. ഉറക്കം തന്നെ മന്ത്രം ജപിക്കണം. ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഈ ആളുകളാവുകൊണ്ട് ഗണപതിയുടെ രൂപത്തെ കുറിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ ഗണപതിയെ നല്ലോണം മനസ്സിൽ കണ്ട് ഒന്ന് മനസ്സുകൊണ്ട് നമസ്കരിക്കുക. വലത്തെ കൈ കൊണ്ട് ഇടത്തെ ചെവി ഒന്ന് പിടിക്കുക. ഇടത്തെ കൈ കൊണ്ട് വലത്തെ ചെവി പിടിച്ച് ഒന്ന് തലയിട്ട് ചെറുതായിട്ട് ഒന്ന് ഗണപതിയുടെ മുമ്പിൽ ഒന്ന് ഏക്കം വിടുക. പറ്റുന്നുണ്ടെങ്കിൽ ആ വെള്ളമൊന്ന് പൊട്ടിച്ചോളും. ഏക്കൊക്കെ കഴിഞ്ഞാൽ വെള്ളം പൊട്ടിക്കാനുള്ളതില്ലേ? വെള്ളം ഭംഗിയായിട്ട് പൊട്ടിയെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ വിഷമങ്ങളൊന്നുമില്ല. തടസ്സങ്ങളൊക്കെ ഭഗവാൻ സമയാസമയത്ത് മാറ്റി തന്നത്. വെള്ളം പൊട്ടിയില്ലെങ്കിൽ നല്ലോണം പ്രാർത്ഥിക്കണമെന്നല്ലോ. നമ്മൾ പറയുന്ന വാക്ക് ശരിയാവണം. ഏതൊരാളുടെ വിളക്ക് കേട്ടത് ഇന്ന് 2 തിരിയിട്ട് കച്ചു കൊടുക്കും, തിരി ഒന്ന് തട്ടിക്കൂട്ടി കൊടുക്കും. മേശപ്പുറത്ത് ഒന്ന് തട്ടിക്കൂട്ടി കൊടുത്താൽ മതി, ഒരു തിരികൂടി കൊടുത്താൽ മതി, 2 തിരി ചേർത്ത് കൊടുത്താൽ മതി. സരസ്വതിയുടെ അനുഗ്രഹമാണ് വാക്ക് നന്നാവാൻ വേണ്ടത്. സരസ്വതിയെ പ്രാർത്ഥിച്ചോളും. സരസ്വതിയുടെ രൂപം അറിയുന്നുണ്ടാവും. വെള്ള സാരിയാണ് കൊടുത്തിട്ടുള്ളത്. വെള്ള താമരയിലാണ് സരസ്വതി ഇരിക്കുന്നത്. ഉയർത്തി പിടിച്ച 2 കൈകളില് സരസ്വതി വീണ വായിക്കുകയാണ്. ഉയർത്തി പിടിച്ച ഒരു കൈ കൊണ്ടും താഴ്ത്തി പിടിച്ച ഒരു കൈ കൊണ്ടുമാണ് വീണ വായിക്കുന്നത്. വീണ വായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇടത്തെ കൈ കുറച്ച് പൊങ്ങിയിട്ടാവും, വലത്തെ കൈ കുറച്ച് താന്നിട്ടാവും. ദേവിയുടെ 4 കൈകളിൽ 2 കൈകളെ കൊണ്ട് വീണ വായിക്കുകയാണ്. മറ്റു 2 കൈകളിൽ ഒരു കൈയില് പുസ്തകവും ഒരു കൈയില് അക്ഷമാലയുമാണ്. ആ ദേവിയുടെ വന്ദനം ഇവിടെ ചെല്ലും. ആ രൂപം ഒന്ന് മനസ്സിൽ കണ്ടാൽ മതി. കാരണം എല്ലാവർക്കും അത് ചെല്ലാൻ പ്രയാസമാവും. സരസ്വതി നല്ലോണം മനസ്സിൽ കണ്ട് പ്രാർത്ഥിക്കുക. മന്ത്രം ചെല്ലണ്ട, മനസ്സിൽ കണ്ടാൽ മതി. ദൗർഭിർയുക്താചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാം ഹസ്തേനേകേന പത്മം സിതമവിരശുകം പുസ്തകം ചാവരേണ ഭാസാമുന്ദേന്ദുശങ്കസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം ദിവസദുവദനേ സർവദാ സുപ്രസന്നാ. ഇനി ചൊല്ലിക്കോളൂ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണേ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര
ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ആ മൈക്ക് കൊടുക്കുകയാണെങ്കിൽ പൂജ ചെയ്യുന്നവർക്ക് കൊടുക്കുക. കാരണം അവരാണ് ഉറക്കെ ചെല്ലേണ്ടത്. മറ്റുള്ളവർ പതുക്കെ ചെല്ലിയാൽ മതി. കാരണം മൈക്കിൽ വേറെ ചെല്ലുമ്പോൾ ഈ പൂജ ചെയ്യുന്നവർ ചെല്ലുന്നത് കേൾക്കില്ല. അവർ ശബ്ദം കുറയ്ക്കും. അവരല്ലെങ്കിലേ പടിയന്മാരാണ്. കൂട്ടത്തിൽ അപ്പുറത്തെ ശബ്ദം കാണുമ്പോൾ ഞങ്ങളുടെ ശബ്ദം വേണ്ടല്ലോ എന്ന് വിചാരിക്കും. ഇവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇവര് ഉറക്കെ തന്നെ ചെല്ലണം. അവരുടെ ശബ്ദം ഉയർത്തുക തന്നെ വേണം നമുക്ക്. കാരണം അമ്മമാരുടെ ശബ്ദം ഉയർന്നാലേ അച്ഛന്മാർ നേരെയുള്ളൂ, കുട്ടികൾ നേരെയുള്ളൂ. അമ്മമാരും ഉണ്ടായിരുന്നിട്ട് കാര്യമില്ല. അമ്മമാർക്ക് ക്ഷമ കൊടുത്ത് വിടണം. ഇനി നമുക്ക് പൂജ തുടങ്ങാം. ആദ്യം ആ ഗ്ലാസ്സിലെ വെള്ളം എടുത്ത് മുമ്പിൽ വെക്കുക. മുമ്പിൽ വെച്ചാൽ ആ ഇലയുടെ അടുത്ത് വെച്ചോളൂ. നിങ്ങളുടെ മുമ്പിലാകട്ടെ. നിങ്ങൾ പരമാവധി അടുത്ത് വെക്കുക. പരമാവധി നിങ്ങളുടെ അടുത്ത് ആ തണ്ടിന്റെ മുകളിൽ വെച്ചിട്ട് ഗ്ലാസ് മറയരുത്. അങ്ങോട്ട് നീക്കി വെച്ചോളൂ. 2 തുളസിപ്പൂ എടുക്കുക. ആ തുളസിപ്പൂ കൊണ്ട് ആ കിണ്ണത്തിൽ ചന്ദനം ഉണ്ടാവും, കളഭം. ആ കളഭം ഒന്ന് തൊടുക. തുളസിപ്പൂ കൊണ്ട് തൊട്ടെടുക്കുക കളഭം. കുറച്ച് അരിയും നെല്ലും എടുക്കുക. തുളസി, അക്ഷതം, ചന്ദനം എടുത്ത് ആ ഗ്ലാസ്സിലെ വെള്ളത്തിലിടുക. വലത്തെ കൈ കൊണ്ട് ഗ്ലാസ് അടച്ചു പിടിക്കുക. പ്ലാസ്റ്റിക് ഗ്ലാസ് ആകുമ്പോൾ പതുക്കെ മതി, അധികം അമർത്തരുത്. സ്റ്റീൽ ഗ്ലാസ് ആകുമ്പോൾ അമർത്തി വെച്ചോളൂ. മോതിരവിരല് ഗ്ലാസിന്റെ ഉള്ളിലേക്ക് വെക്കുക. മോതിരവിരല്, ചെറുവിരലിന്റെ അടുത്തുള്ള വിരല് വെള്ളത്തിൽ മുക്കണം. അതിന്റെ മുകളിൽ ഇടത്തെ കൈ വെക്കുക. 7 നദികളിലെ തീർത്ഥത്തെ നമ്മൾ ഈ നിങ്ങളുടെ മുമ്പിലുള്ള പാത്രത്തിലെ വെള്ളത്തിലേക്ക് ആവാഹിക്കുകയാണ് എന്ന് സങ്കല്പിക്കുക. ഉറക്കെ ജപിക്കുക. ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു ഗംഗാദ്യാ. നല്ലോണം പ്രാർത്ഥിക്കുക. സർവതീർത്ഥാനാം സന്നിഹിതാ സന്തു. മനസ്സുകൊണ്ട് ഓർപ്പിക്കുക. ഗംഗ, യമുന, ഗോദാവരി, സരസ്വതി, നർമ്മദ, സിന്ധു, കാവേരി തുടങ്ങിയ എല്ലാ തീർത്ഥങ്ങളും നമ്മുടെ ആ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് വന്നു എന്ന് സങ്കല്പിച്ച് കൈയെടുത്തോളൂ. ഇനി ഇടത്തെ കൈ കൊണ്ട് ആ ഗ്ലാസ് എടുക്കുക. വലത്തെ കൈയിലേക്ക് ഒരു ലേശം തീർത്ഥം എടുക്കുക. ഇനി വെള്ളം എന്ന് പറയില്ല, തീർത്ഥമാണ്. ആ തീർത്ഥത്തിൽ കുളിക്കുക സങ്കല്പിച്ച് ഒന്ന് അവനവന്റെ തലയിൽ കളിക്കുക. കുറച്ചുകൂടി തീർത്ഥം എടുത്ത് 2 കണ്ണും 2 ചെവിയും ഒക്കെ തൊടുക. കാലിലും ഒന്ന് തുടങ്ങിയ അല്പം തീർത്തെടുത്തിട്ട് മുങ്ങി കുളിക്കുകയാണ് വേണ്ടത്. അതിൻ്റെ ആ ഒരു സങ്കല്പമാണ്. ഇനി ആ വിളക്ക് വെച്ചിരിക്കുന്ന ഇലയില് വിളക്കിന്റെ ചുവട്ടിലൊക്കെ തീർത്ഥം തെളിക്കുക. ആ പൂജാദ്രവ്യങ്ങളിലൊക്കെ തളിക്കുക. പഴം, പൂവ്, ഭക്ഷണം അതൊക്കെ തളിച്ച് ശുദ്ധാക്കുക. ശുദ്ധായി തോന്നുന്നത് വരെ നിങ്ങളുടെ ദേഹത്ത് വെള്ളം തളിച്ചോളൂ. ശുദ്ധായി നിങ്ങൾക്ക് ഇവിടെ തോന്നണം, ഞാനാണ് ഗംഗയെ ആവാഹിച്ചു വരുത്തിയത്, ഞാനാണ് ശുദ്ധാവുന്നത്. ഇനി ആ ഗ്ലാസ് കിരയുടെ പുറത്ത് ഇടതുഭാഗത്തായിട്ട് മാറ്റി വെച്ചോളൂ. ഇനി നമ്മൾ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനെ ആ വിളക്കിലേക്ക് ആവാഹിക്കാൻ വേണ്ടി ഭഗവാനെ ഇരുത്താനായിട്ട് പീഠപൂജയാണ് ചെയ്യുന്നത്. നല്ലോണം പ്രാർത്ഥിക്കുക. യജ്ഞവേദിയിൽ നിങ്ങളുടെ പൂജാമുറിയിലെ വിഗ്രഹം ഉണ്ടെങ്കിൽ നോക്കുക, ആ രൂപം നോക്കുക. ആ ഭഗവാനെ നമ്മൾ ആ വിളക്കിലേക്ക് ആവാഹിക്കുകയാണ്.
ഇനി നിങ്ങളുടെ പൂജാമുറിയിലെ വിഗ്രഹത്തെ ഒന്ന് ധ്യാനിക്കുക. ചന്ദ്രപൂജാ വിഗ്രഹം വീട്ടിലാവും ഉണ്ടാവുക. ആ കണ്ണടത്ത് പൂജാമുറിയിലെ വിഗ്രഹത്തെ നല്ലോണം പ്രാർത്ഥിക്കുക. എനിക്ക് എന്നും ആശ്രയം ആ പൂജാമുറിയിലുള്ള ആ ഒരു കണ്ണനാണ്. നീ കണ്ണനോ ശിവനോ വേട്ടക്കരനോ ആരാണോ നിങ്ങളുടെ പൂജാമുറിയിലെ പ്രധാന ഈശ്വരനായിട്ടുള്ളത്, ആ ഭഗവാനെ പ്രാർത്ഥിക്കുക. 2 പൂവെടുത്ത് മറവോട് ചേർത്ത് ഹൃദയത്തോട് ചേർത്ത് വെച്ച് ഭഗവാന് ഇരിക്കാനുള്ള ആ ഒരു പീഠം പൂജിക്കാൻ സങ്കല്പിച്ച് ആ വിളക്കിന്റെ ചുവട്ടിൽ വയ്ക്കുക. ഭഗവാനെ വരുന്നതിന് മുമ്പ് ആ പീഠം പൂജിച്ച് ശുദ്ധാക്കുകയാണ്. ഇനി ആ ഗ്ലാസ് ഇടത്തെ കൈയിൽ എടുക്കുക. ഇടത്തെ കയ്യിൽ പിടിക്കുക ഗ്ലാസ്. 2 തുളസിപ്പൂ എടുത്ത് ഇനി പൂവ് അവിടെ വെക്കേണ്ട. തീർത്ഥത്തിൽ മുക്കിയിട്ട് 3 തവണ തുളസിപ്പൂ കൊണ്ട് തീർത്ഥം തളിക്കുക വിളക്കിന്റെ ചുവട്ടിൽ. ജലഗന്ധ പുഷ്പ എന്ന് പറയും. 3 തവണ ജലം തളിക്കുക. ഇനി തുളസി കൊണ്ട് ഒന്ന് ചന്ദനം തൊട്ട് തുളസിയുടെ വെക്കേണ്ട, ചന്ദനം തൊട്ട് തീർത്ഥത്തിൽ മുക്കി 3 തവണ തളിക്കുക. ഓരോ തവണയും ചന്ദനം തൊടണം. ഓരോ തവണയും ചന്ദനം തൊട്ട് തീർത്ഥത്തിൽ മുക്കി പൂജയിൽ 3 തവണ. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്ലാസ് അവിടെ വെച്ചിട്ട് ഓരോ പുഷ്പങ്ങളായിട്ട് 3 പുഷ്പം, ഓരോ പുഷ്പങ്ങളായി 3 പുഷ്പം എടുത്ത് വെച്ചോളൂ. മന്ത്രമൊന്നുമില്ല, ഓരോ പുഷ്പമായിട്ട് 3 പുഷ്പം എടുത്ത് വെച്ചാൽ മതി. ഭഗവാനെ ഇരിക്കാനുള്ള ഒരു പീഠമാണ് നമ്മൾ തയ്യാറാക്കിയത്. ഇനി ഭഗവാനെ ആവാഹിക്കുകയാണ്. ഒരു 3 പൂവ് എടുത്തോളൂ. വളരെ കുറേണ്ട ഒരു 3 പൂവ്. ആ ചന്ദനം ഒന്ന് തൊടുക. ഇടത്തെ കൈ കൊണ്ട് ഗ്ലാസ് എടുത്ത് ലേശം തീർത്ഥം കൂടി അതിന്റെ കൂടെ ചേർക്കുക. തൊഴുത് വിളിക്കുക. ചിലപ്പോൾ ആ തീർത്ഥം ചിലപ്പോൾ കയ്യിലേക്ക് താഴേക്ക് ഒഴുകി വന്നോളൂ, സാരമില്ല. അക്ഷതവും ചന്ദനം പൂവൊന്നും വീഴരുത്. തൊഴുത് വിളിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ശ്രീകൃഷ്ണ രൂപം, ചെറിയ കണ്ണനെയോ ഓടക്കോഴി വിളിക്കുന്ന കണ്ണനെയോ വെണ്ണക്കണ്ണനെയോ മറഞ്ഞു കിടക്കുന്ന കണ്ണനെയോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ശ്രീകൃഷ്ണ രൂപത്തെ ധ്യാനിക്കുക മനസ്സിൽ. ആ രൂപത്തിലാണ് കണ്ണനെ നമ്മൾ വിളിച്ചു വരുത്തുന്നത്. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഒന്നുകൂടി. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നല്ലോണം ഹൃദയത്തോട് ചേർത്ത് വെക്കിയ കയ്യ് നമ്മുടെ ഹൃദയത്തിൽ ഭഗവാനെ കണ്ട് ആ ഭഗവാനെ നമ്മൾ ശ്വാസത്തിലൂടെ പുറത്തേക്ക് എടുക്കുകയാണ്. കൈ തൊഴുതുകൊണ്ട് ഉയർത്തി തലയ്ക്ക് മുകളിൽ തൊഴുതു പിടിക്കുക. പതുക്കെ കൈ താഴ്ത്തി ആ മൂക്കിനോട് ചേർത്ത് പിടിക്കുക. ആ വലത്തെ മൂക്കിലൂടെ ശ്വാസത്തിലൂടെ ആ കണ്ണനെ കയ്യിലേക്ക് എടുക്കുക. ഒരു കുട്ടിയെ എങ്ങനെയാണോ നമ്മൾ ചെറിയ കുട്ടിയെ എടുത്ത് ഒരു ദിക്കിൽ ഇരുത്തുക, ആ ഭാവത്തിൽ കണ്ണനെ ഇരുത്താൻ സങ്കല്പിച്ച് 2 കൈകൊണ്ടും കൂടി ആ വിളക്കിന്റെ ചുവട്ടിലവിടെ വെച്ചോളൂ. കണ്ണനെ അവിടെ ഇരുത്തുകയാണെന്ന് മനസ്സുകൊണ്ട് നല്ലോണം വിചാരിക്കുക. നിങ്ങൾ വിളിച്ചു വരുത്തിയ ആ കണ്ണനെ ഒന്ന് കണ്ട് നല്ലോണം തൊഴുക. ഇനി കണ്ണനെ നമ്മൾ കുളിപ്പിച്ച് അണിയിച്ചു ഒരുക്കണം.
ഇതൊക്കെ നമ്മൾ തീർത്ഥമായിട്ടാണ് കൊടുക്കുക. ഗ്ലാസ് കൈയെടുത്തോളും, ഇടത്തെ കൈ ഗ്ലാസ് എടുക്കുക, 2 പൂവ് എടുക്കുക. ഓരോ കാര്യം പറയുമ്പോഴും അത് സങ്കല്പിച്ചും കൊണ്ട് തീർത്ഥം ആ തുളസിയിൽ തീർത്ഥത്തിൽ മുക്കിയിട്ട് അവിടെ തളിക്കുക. മുക്കിയിട്ട് തെളിച്ചാൽ മതി. ആ തുളസിപ്പൂവ് ഇനി പറയുന്നത് വരെ കയ്യിൽ നിന്ന് വെക്കരുത്. തീർത്ഥത്തിൽ മുക്കി തളിക്കുക. ഓരോ സമർപ്പയാമി എന്ന് പറയുമ്പോഴും തീർത്ഥത്തിൽ മുക്കി അവിടെ തളിച്ചാൽ മതി. പൂവ് അവിടെ വെക്കേണ്ട. ഒരു 3 തവണ ഭഗവാനെ ഒന്ന് കുളിപ്പിക്കുക. 3 തവണ സ്നാനവിധം സമർപ്പയാമി, സ്നാനമിതം സമർപ്പയാമി. ഈ ഭഗവാനെ കുളിപ്പിച്ച് ഒന്ന് മനസ്സുകൊണ്ടൊന്ന് നല്ലോണം തോർത്തി എടുത്തോളൂ. തലയൊക്കെ നല്ലോണം തോർക്കണം, ജലദോഷം പിടിക്കും. മനസ്സുകൊണ്ട് നല്ലോണം ഒന്ന് തോർത്തുക കണ്ണന്റെ. ഇനി നമുക്ക് കണ്ണനെ പട്ടുപോണം കുളിപ്പിക്കണം. കരയിൽ ചിരട്ടില്ലേ, കാണാറില്ലേ? ഇതിലേക്ക് ചിരട്ട കഴിച്ചോളൂ. ചിരട്ടൊന്നും വേണ്ട, നല്ല പൊന്നരഞ്ഞാണെന്ന് തന്നെ കിട്ടിക്കും. മനസ്സുകൊണ്ടാകുമ്പോൾ ഒട്ടും കുറയ്ക്കേണ്ട ആവശ്യമില്ല. നല്ല സ്വർണം കൊണ്ടുള്ള അരഞ്ഞാണം കണ്ണനെ ഒന്ന് അരയിൽ കിട്ടുന്നതായിട്ട് ഒന്ന് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. ഇനി നല്ലൊരു പട്ടുകോണം കുളിപ്പിക്കാൻ സങ്കല്പിച്ച് ഒന്ന് തീർത്ഥം ഇവിടെ കളിച്ചോളൂ. നല്ലൊരു പട്ടുകോണം, നല്ല പട്ടുസാരി എടുത്ത് കീറി കോണക കുളിപ്പിച്ചോളൂ. മനസ്സുകൊണ്ട് നിങ്ങൾ എത്ര കണ്ട് വിചാരിക്കണോ അതാണ് ആ പൂജയിലുള്ള ആനന്ദം. എത്ര കണ്ട് മനസ്സുകൊണ്ട് നിങ്ങൾ ആ കണ്ണനെ വിചാരിക്കണോ ഏറ്റവും നല്ല പട്ടുസാരി എടുത്ത് കീറി കോണകാക്കി കണ്ണനെ ഉടുപ്പിക്കുക. കൈ മുറിഞ്ഞപ്പോ ഒരു പട്ടുസാരിയുടെ ചെറിയൊരു കഷ്ണം കീറി കണ്ണന്റെ വിരല് കെട്ടിക്കൊടുത്ത പാഞ്ചാലിക്ക് 1000 കണക്കിന് സാരിയാണ് ആ അപമാനിക്കപ്പെടുന്ന അവസ്ഥയിൽ ഭഗവാൻ എത്തിച്ചു കൊടുത്തത്. ഒരു കഷ്ണം കൊടുത്താൽ, പട്ടിന്റെ കഷ്ണം കൊടുത്താൽ ഭഗവാൻ എന്തൊക്കെയാ തരിക? അതുകൊണ്ട് നല്ലോണം മനസ്സുകൊണ്ട് വിചാരിച്ചോളൂ. കണ്ണനെ പട്ടുകോണം കുളിപ്പിക്കുക സങ്കല്പിച്ച്, വെള്ളം തെളിച്ച് കണ്ണനൊരു മഞ്ഞപ്പട്ട് കുളിപ്പിക്കുക സങ്കല്പിച്ചിട്ട് പീതാംബരം സമർപ്പയാമി. ആ മഞ്ഞപ്പട്ട് കുറുക്കി കുളിപ്പിച്ചോളൂ. ഇടയ്ക്ക് അഴിഞ്ഞു പോകരുത്. കുട്ടിയാണ്, ഒരു കളിക്കുമ്പോൾ ചിലപ്പോൾ അഴിഞ്ഞു പോകും. ഇനി കണ്ണന് നെറ്റിയില് ഗോപീചന്ദനം തൊടിയിക്കണം. ആ ചന്ദനം അരച്ച്, കടയുന്ന കളറൊന്നും പറ്റില്ല, നല്ല ചന്ദനം അരച്ച് തൊടിയിക്കുക സങ്കല്പിച്ചോളും. ഗോപീചന്ദനം സമർപ്പയാമി. മനസ്സുകൊണ്ട് കണ്ണനെ നല്ലൊരു കുറി ഉപയോഗിച്ചോളും. കണ്ണന്റെ നെഞ്ചത്ത് 2 കൈയിലൊക്കെ കുറി ഉപയോഗിക്കുക. ഓരോന്ന് സങ്കല്പിച്ച് തീർത്ഥം തളിച്ചാൽ മതി. മനസ്സുകൊണ്ട് വിചാരിച്ച് തീർത്ഥം അവിടെ കളിക്കുകയാണ്. ഇനി കണ്ണന്റെ മുടിയൊന്ന് കെട്ടിക്കൊടുത്തോളൂ. മനസ്സുകൊണ്ട് മുടിയൊക്കെ ഒന്ന് ഭംഗിയായിട്ട് കെട്ടിക്കൊടുക്കുക. പീലി വെക്കാനുള്ളതാണ്. ഇനി മനസ്സുകൊണ്ട് നല്ലൊരു മയിൽപ്പീലി മനസ്സിൽ സങ്കല്പിക്കൂ. കണ്ണടച്ച് നല്ലൊരു മയിൽപ്പീലി സങ്കല്പിച്ച് കണ്ണന്റെ ആ മൂർധാവിൽ വെച്ചു കൊടുക്കുക. നല്ലോണം വിചാരിച്ച് ബർഹാപീഠം സമർപ്പയാമി. ബർഹാപീഠം എന്ന് പറഞ്ഞാൽ മയിൽപ്പീലിയാണ്. ആ മയിൽപ്പീലി ആ കണ്ണന്റെ തലയിൽ വെച്ചു കൊടുക്കുന്നതായിട്ട് നല്ലോണം സങ്കല്പിക്കുക. ഇനി കണ്ണനെ കണ്ണെഴുതിക്കണം. കണ്ണെഴുതി ശീലമുണ്ടല്ലോ, ചെവിയിൽ മുട്ടണം. വാലിട്ട് കണ്ണെഴുതുമ്പോൾ അഞ്ജനമിതം സമർപ്പയാമി. 2 കണ്ണില്ലേ? 2 പ്രാവശ്യം പറയണ്ടേ? ഒന്നുകൂടി. അഞ്ജനമിതം സമർപ്പയാമി. കവളത്ത് പൊട്ടുകൂടിയില്ല. ചെറിയ കുട്ടിയപ്പോ കവളത്തൊരു പൊട്ടുകൂടിയില്ലേ? കൺമുഷിയുണ്ട്. അഞ്ജന തിലകം സമർപ്പയാമി. തവളിലെ തെളിച്ചത് നെറ്റിയിലല്ലോ. കൺമഷി കൊണ്ട് തവളിലാണ് തെളിയിക്കാറ്. ഇനി കണ്ണന് ആ കയ്യില് വളകളിട്ട് കൊടുക്കണം. കങ്കണമിതം സമർപ്പയാമി. 2 കൈയിലുണ്ടെങ്കിൽ ഒന്നുകൂടി പ്രാർത്ഥിച്ചോളൂ. ഇല്ല, ഒരു കൈയിലെന്ന് വെച്ചാൽ അങ്ങനെ മതി. ഇനി 2 കാലിലും നല്ല തളകൾ ഇട്ട് കൊടുക്കുക. നൂപുരമിതം സമർപ്പയാമി. 2 കാലിലും നിർബന്ധമായിട്ട് വേണം.
ചില കുട്ടികൾ കാണാം ഒരു കാലിൽ മാത്രം കയറി കിട്ടിയിട്ട്. ചരട് കിട്ടാണ്ടാണ് ഇവിടെ ഉണ്ട് കേട്ടോ. ചരട് വേണമെങ്കിൽ വാങ്ങിക്കോളൂ. ഈ ഒറ്റക്കാലിലായിട്ട് ചരട് കിട്ടി വികലാംഗരായി നടക്കരുത്. കിട്ടുകയാണെങ്കിൽ 2 കാലിലും കിട്ടുക. എന്തോ വിദേശ സംസ്കാരമാണെന്നൊക്കെ പറഞ്ഞത്. വിഡിത്താണ്. ഒരു കാലിലായിട്ട് ചരട് കിട്ടിയാൽ മറ്റേ കാലിനെന്തോ വളരെ പറ്റി ശ്രദ്ധിച്ചോളൂ. കെട്ടുണ്ടെങ്കിൽ 2 കാലിലും കിട്ടുക. ചരട് വേണമെങ്കിൽ തരാം, അല്ലെങ്കിൽ ഒരു കാലിനും കൂടി അഴിച്ചു വെക്കുക. എന്തൊക്കെ പ്രമാണം പറഞ്ഞാലും നമ്മുടെ ശാസ്ത്രീയ ഗ്രന്ഥങ്ങളിലൊന്നും ഒരു കാലിലായിട്ട് അലങ്കാരങ്ങളില്ല. നമുക്ക് പറയാനേ പറ്റുള്ളൂ. വേണമെങ്കിൽ മാറ്റുക, അല്ലെങ്കിൽ അനുഭവിക്കുക. അത്രയുള്ളൂ. ചരട് വേണമെങ്കിൽ തരാമെന്നില്ല. ഇവിടെ ചരട് കിട്ടിയിട്ടുണ്ട്. മറ്റത് ഒരു പ്രമാണിത്തരമാണ്. ഒരു കാലിന് മാത്രം അങ്ങനെ കിട്ടിയവരാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാലിന് മാത്രം പാസ് ഇട്ടെന്താ വരാത്തത്? ഒരു കാലിന് മാത്രം കമ്മലിട്ടെന്താ വരാത്തത്? ഒരിടത്ത് മാത്രം ചെയ്യാനായിട്ട് വിധിയുള്ളത് മൂക്കുത്തി മാത്രമേ ഉള്ളൂ. അത് ഒരു മൂക്കിലായാലും വിരോധമില്ല. 2 കാര്യം കുഴപ്പമൊന്നുമില്ല. കാതിൽ ഒരു കാലിൽ മാത്രം എടുക്കുമല്ലേ ഇല്ല. കണ്ണടയ്ക്ക് ഒരു മാർക്ക് മാത്രം ചില്ലും, മറുഭാഗത്ത് ചില്ലില്ലാണ്ട് അങ്ങനെ വെക്കും ഇല്ല. അതൊക്കെ ഇവ 2നും കൂടി. ഇതുപോലെ തന്നെയാണ് കാല്. നമുക്ക് 2 ഒരുപോലെയാണ്. 2 കാലിലും ഇതുപോലെ തന്നെ വേണം. പാസരാണെങ്കിൽ ഒന്ന് വെള്ളി ഒന്ന് സ്വർണ്ണമായിട്ട് പാസർ ഇടുക. 2 ഒരുപോലെ തന്നെ ഇല്ലല്ലോ. ചരട് കിട്ടുകയാണെങ്കിലും ഉണ്ടെങ്കിൽ 2 ഒരുപോലെ തന്നെ വേണം. ചെയ്യാൻ പറ്റാത്തവർ പറ്റുന്നവർ ചെയ്യുക. അപ്പോൾ ഭഗവാന്റെ 2 കാലിലും ആ പാസരങ്ങൾ ഇടിച്ചു. ഇനി അവിടെ വെച്ചോളൂ. ഗ്ലാസ് പൂവ് പ്ലേറ്റിൽ തന്നെ വെച്ചോളൂ. ഇനി എന്തെങ്കിലും ഭഗവാൻ അലങ്കാരം കൊടുക്കാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചെയ്തോളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഭഗവാന് നിവേദ്യം സമർപ്പിക്കാം. ആ പഴം എടുത്തോളൂ. പഴം എടുത്ത് ഒരു ലേശം തൊലി കളയുക. കുറച്ച് തൊലി ഒന്ന് തുറന്നു വയ്ക്കുക. എന്നിട്ട് ആ തൊലി കളഞ്ഞ ഭാഗം മുകളിൽ വരുന്ന രീതിയിൽ ആ ഇലയുടെ നിലക്ക് വയ്ക്കുക. ഭഗവാൻ നിവേദ്യം സമർപ്പിക്കുകയാണ്. 2 തുളസി എടുത്ത് തീർത്ഥത്തിൽ മുക്കി ആ വിളക്കിൽ 3 തവണ കളിക്കുക. വിളക്കിൻ്റെ ചൂടില് ആ പഴത്തിൽ 3 തവണ തെളിക്കുക. ഇനി ആ ചന്ദനം തൊട്ട് തീർത്ഥം തൊട്ട് വിളക്കിൽ 3 തവണ 3 ചെയ്തതാണ്. ചന്ദനം തൊട്ട് തീർത്ഥം തൊട്ട് വിളക്കിൽ 3 തവണ, പഴത്തിൽ നിവേദ്യത്തിൽ 3 തവണ. പഴമല്ല, നിവേദ്യത്തിൽ 3 തവണ. ഒരു 3 പൂവെടുത്ത് ഓരോ പൂവായിട്ട് വിളക്കിൽ 3 തവണ. ഓരോ പൂവായിട്ട് പൂവെടുത്ത് ഇടത്തേക്ക് പിടിക്കുക. എന്നിട്ട് ഓരോ പൂവായിട്ട് 3 തവണ വിളക്കത്ത്. അതുപോലെ ഓരോ പൂവായിട്ട് 3 തവണ ആ നിവേദ്യത്തിൽ പഴത്തിൻ്റെ മുകളിൽ 3 തവണ. ഇനി 2 പൂ എടുക്കുക. 2 കയ്യിലുമായിട്ട് വേറെ വേറെ പിടിക്കുക. ആ കയ്യിൽ ആ വഴിയിലെങ്ങനെ വെച്ചോളൂ. കയ്യിൽ 2 കയ്യിലും പൂവ്. ഇനി കണ്ണടച്ചോളൂ. പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കുക. കുറേ ഉണ്ണിക്കണ്ണന്മാരെ അവിടുന്ന് കളിക്കുന്നുണ്ട് അല്ലേ. സന്തോഷമാണ് അവരുടെ ശബ്ദം കേൾക്കുമ്പോൾ, ബഹളമല്ല. ഇവിടെ നമ്മൾ ഉണ്ണിക്കണ്ണനെ പൂജിക്കുമ്പോൾ ഈ നാട്ടിലെ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരുമാണ് അവിടെ കളിക്കുന്നത്. അവർ കളിക്കട്ടെ. അവരുടെ സംഭാഷണം നമുക്ക് വിഷയമല്ല. കാരണം അവർ കളിക്കുന്ന പ്രായക്കാരാണ്. നമ്മൾ അവരുടെ കൂടെ കണ്ണന്റെ കൂടെ കളിച്ച കുട്ടികളാണ്. അവരെ പോലെയുള്ള കുട്ടികളാണ്. നമ്മൾ ഇവിടെ കണ്ണനെ വിളിച്ചു വരുത്തി പീഠപൂജ ചെയ്തു, ഇരുത്തി കുളിപ്പിച്ചു, അലങ്കരിച്ചു, നിവേദ്യം സമർപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ മനസ്സിൽ കരുതേണ്ടത്, മനസ്സ് പതുക്കെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുക. നിങ്ങളുടെ വീട്ടിലേക്ക് ആ ഉണ്ണിക്കണ്ണൻ ഒരു 3 വയസ്സുള്ള ഉണ്ണിയായിട്ട് വന്നാൽ ആ കണ്ണന് നിങ്ങൾ എന്തൊക്കെ കൊടുക്കും ഒന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുക. കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വെണ്ണ കൊടുക്കും. വെണ്ണ എടുത്ത് വെക്കുക മനസ്സുകൊണ്ട് ആ കണ്ണന്റെ മുമ്പിൽ. കൽക്കണ്ടം, മുന്തിരി, കദളിപ്പഴം, അപ്പം, അട, അവില് കുഴച്ചത്, മലര്, തൈര്, കാച്ചിയ പാല്, പാൽപായസം, പാലടപ്രഥമൻ, പിഴിച്ചുവിഞ്ഞ പായസം,
ചോറ്, കാളൻ, ഓലൻ, അവിയല്, എലിശ്ശേരി, വറുത്തുപ്പേരി, ശർക്കര ഉപ്പേരി, പപ്പടം, വലിയ പപ്പടം, ചെറിയ പപ്പടം. ഇനി എന്തൊക്കെയാച്ചാൽ നിങ്ങളുടെ മനസ്സിലങ്ങ് കരുതുക, ഇതൊക്കെ കണ്ണന്റെ മുമ്പിൽ വെച്ച് കണ്ണാ ഞാൻ ചെറുതായിട്ടുള്ള ഈ വൈദ്യങ്ങളൊക്കെ കഴിച്ച് സന്തോഷിക്കണേന്ന് പ്രാർത്ഥിക്കുക. നമ്മൾ ഈ നിവേദ്യങ്ങളൊക്കെ മനസ്സുകൊണ്ട് നിവേദിച്ച് അതിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഈ പഴം നിവേദിക്കുന്നത്. ആ കണ്ണന്റെ മുമ്പിൽ ഈ നിവേദ്യങ്ങളൊക്കെ വെച്ചതായി സങ്കല്പിച്ച് മനസ്സുകൊണ്ട് കുറച്ച് വെണ്ണ വാരിയ കണ്ണന്റെ വായിൽ കൊടുക്കുന്നു. കണ്ണടച്ചുകൊണ്ട് മനസ്സുകൊണ്ട് സങ്കല്പിക്കുക, വെണ്ണ വാരി കണ്ണന്റെ വായിൽ കൊടുക്കുന്നത്. ആ വായിൽ വെണ്ണ വെച്ചുകൊണ്ട് കണ്ണൻ നിങ്ങളെ നോക്കി ചിരിക്കുന്നത്. പഴം തൊലി പൊളിച്ചിട്ട് കണ്ണന്റെ വായിൽ വെച്ച് കൊടുക്കുക, കണ്ണ് കൽക്കണ്ട വായിൽ വെച്ച് കൊടുക്കുക, മുന്തിരി വെച്ച് കൊടുക്കുക. അമ്മമാർക്ക് കുട്ടികൾക്ക് ഭക്ഷണ വായിൽ കൊടുത്ത ശീലം ഉണ്ടാവുമല്ലോ. സാക്ഷാൽ ഉണ്ണിക്കണ്ണനാണ് 3 വയസ്സുള്ള ഉണ്ണിയായിട്ട് വീട്ടിലേക്ക് കയറി വന്നത്. ഓരോന്നും ദോശ, ഇഡ്ഡലിയും ഒക്കെ എന്തൊക്കെയാണോ നമ്മുടെ മനസ്സുകൊണ്ട് കണ്ണന് കൊടുക്കുന്നത് എല്ലാം കണ്ണൻ സ്വീകരിക്കും. എല്ലാ കണ്ണന്റെ വായിൽ വെച്ച് കൊടുക്കണം. ചെറിയ കുട്ടിയാണ്. കണ്ണ സന്തോഷിക്കണേ സന്തോഷിക്കണേ എന്ന് ലോകം പ്രാർത്ഥിച്ച് ഇനി വെട്ടിങ്ങളൊക്കെ ഞാൻ മനസ്സുകൊണ്ട് സങ്കല്പിക്കുമ്പോൾ എന്നെങ്കിലും ഇതൊക്കെ ഉണ്ടാക്കി കണ്ണന് നിവേദിക്കാൻ സാധിക്കണേ നല്ലോണം പ്രാർത്ഥിച്ച് ആ 2 കൈയിലുള്ള പൂ കൊണ്ട് ആ പഴത്തിനൊന്ന് ഒഴിഞ്ഞ് 2 കൈകൊണ്ട് കൂടി വിളക്കിന്റെ ചോട്ടിൽ സമർപ്പിക്കുക. ആ നിവേദ്യങ്ങളൊക്കെ കഴിച്ച് സന്തോഷിച്ചിരിക്കുന്ന കണ്ണനെ ഒന്ന് നോക്കുക. നല്ലോണം കണ്ണ് തുറന്നിട്ട് ആ വിളക്കിന്റെ ചോട്ടില് ആ കണ്ണ സന്തോഷിക്കുന്നില്ലേ. ഇനി ആ പഴം ഇലയിൽ മാറ്റി വയ്ക്കാം. പ്ലേറ്റുമായിട്ട് തൊടരുത്. ഇപ്പുറത്തേക്ക് പായലേക്ക് വെച്ചോളൂ. സൈഡിൽ നിങ്ങളുടെ സൈഡിൽ ഇരിക്കുന്ന സൈഡിന്റെ പിന്നിലേക്ക് വെച്ചോളൂ. പായയിൽ വെച്ചാൽ മതി. നിലത്ത് വെക്കണമെന്നില്ല. സൈഡിലേക്ക് വെച്ചോളൂ, പിന്നിലേക്ക്. നിവേദ്യം കഴിഞ്ഞതാണ്. ഇനി ഇലയിലൊക്കെ പുറത്ത് വയ്ക്കാം. ഇലയിലോ പ്ലേറ്റിലോ ഒന്നും വെക്കരുത്. തൊലിയിട്ടുണ്ടോ, അതുകൊണ്ട് പിന്നെ പുറത്താഴെ വെച്ചാലും കുഴപ്പമില്ല. ഇടത്തെ കൈ കൊണ്ട് ഗ്ലാസ് എടുത്ത് കൈ ഒന്ന് കഴുകുക, ശുദ്ധാക്കുക. നിവേദ്യം എടുത്താൽ കൈ കഴുകണം. ഇനി നമ്മൾ അർച്ചന ചെയ്യുകയാണ്. ആ വലിയ പ്രയാസം ഉണ്ടാവില്ലേ. ആ കിണ്ണം അങ്ങനെ എടുത്ത് ഇടത്തെ കയ്യിൽ പിടിച്ചോളാം. അർച്ചിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അക്ഷതപ്പെടുത്ത്. ഈ 2 മണിയായിട്ട് അക്ഷത അരി നെല്ലി കൊടുത്ത് അർച്ചിക്കാം. ആരെങ്കിലും ഒരു 2 പേര് പൂവുമായിട്ട് ഇടയിലൂടെ ഒന്ന് നടക്കുക. മുണ്ട് പാനിട്ടവരാണ് നല്ലത്. കാരണം മുണ്ടുമായിട്ട് നടക്കുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം വിളക്ക് നിർത്തുന്നുണ്ട്. പാനിട്ട് ആരെങ്കിലുമാണ് നല്ലത്. ഫേസിൽ പൂവായിട്ട് നടക്കുക. തീരെ കഴിഞ്ഞവർക്ക് കൊടുക്കുക. ഇവിടെ കവറിൽ വേണമെങ്കിൽ ഇവിടെ വേണമെങ്കിൽ പൂവുണ്ട് കുറച്ച്. മുണ്ട് മടക്കുട്ടിയൊന്നും നടക്കരുത്, അത് മോശമാണ്. പൂജ കഴിഞ്ഞതും ഇടയ്ക്കൂടെ മുണ്ട് മടക്കുട്ടി നടത്താൻ പറ്റില്ല. അതിനാണ് പാനിട്ട് ആരെങ്കിലും വരുമെന്ന് പറഞ്ഞത്. പൂവ് വേണമെങ്കിൽ കുറച്ച് വേദിയിലുണ്ട്. ഒരു കുറച്ച് അർച്ചന കഴിയുമ്പോഴേക്കും മതി. അർച്ചന തുറന്നു കുറച്ച് അർച്ചന കഴിയുമ്പോഴേക്കും വേണമെങ്കിൽ കൊടുക്കണം. ഒന്ന് തീരെ കഴിഞ്ഞവര് ഒന്ന് പ്ലേറ്റ് ഉയർത്തിയാൽ മതി. അവര് കൊണ്ടുവന്ന് തന്നോളും. ഓരോ പൂവായിട്ട് 108 നാമങ്ങളെ കൊണ്ടാണ് ശ്രീകൃഷ്ണനെ നമ്മൾ അർച്ചിക്കുന്നത്. ഈ 108 നാമങ്ങളും നിങ്ങൾക്ക് മുഴുവൻ കേട്ട് ചെല്ലാൻ പ്രയാസമാവും. അതുകൊണ്ട് ഓരോ നാമം ഇവിടെ ചെല്ലുമ്പോഴും ഓം ശ്രീകൃഷ്ണായ നമ എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ അർച്ചിക്കേണ്ടത്. ആദ്യത്തെ നാമം ഓം ശ്രീകൃഷ്ണായ നമ എന്നാണ്. അത് ചെല്ലുമ്പോൾ അർച്ചിക്കുക. പിന്നെ ഓരോ നാമം ഇവിടെ ചൊല്ലിക്കഴിയുമ്പോഴും, കാരണം വലിയ വലിയ നാമങ്ങളുണ്ട്, അപ്പൊ അത് എല്ലാവർക്കും അറിയില്ല. രാവിലെ ഇവിടെ ജപിക്കുന്നതാണ് ശ്രീകൃഷ്ണ അഷ്ടോത്തരം. ബലരാമനാണ് ഈ നാമങ്ങളെ കൊണ്ട് കൃഷ്ണനെ ആരാധിക്കുന്നത്. വളരെ വിശേഷപ്പെട്ട നാമമാണ്. 108 നാമങ്ങളാണ്. ഒരു പൂവെടുത്തോളും നെഞ്ചോട് ചേർത്തോളും. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇനി ഓരോ പൂവ് അർച്ചിച്ചാൽ മതി. ഇവിടെ നാമങ്ങൾ മാറി മാറി ചെല്ലും.
നിങ്ങൾ ഓം ശ്രീകൃഷ്ണായ നമഃ ഉറക്കത്തിൽ അർപ്പിക്കുക. ഓരോ പൂ അർപ്പിച്ചാൽ മതി. പൂ തീരെ കഴിഞ്ഞാൽ ഒന്ന് പ്ലേറ്റ് ഉയർത്തി പിടിച്ചാൽ അവരെ കൊണ്ടുവന്ന് തന്നോളും. ഈ പൂ കൊണ്ടുവരികയാണെങ്കിൽ അവർ പിന്നിലൂടെ വന്നാൽ മതി. എന്നാൽ ഈ വിളക്കിന്റെ പ്രശ്നമില്ല. പുറകിലൂടെ വന്നു കഴിഞ്ഞാൽ പ്ലേറ്റ് ഉയർത്തി വേണ്ടവർക്ക് കൊടുത്താൽ മതി. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഇവിടെ നാമങ്ങൾ മാറും. നിങ്ങൾ ഓം ശ്രീകൃഷ്ണായ നമഃ എന്ന് പറഞ്ഞ് ആരാധിച്ചാൽ മതി. ഓം കമലാനാഥായ നമഃ. ഓം വാസുദേവായ നമഃ. ഓം സനാതനായ നമഃ. ഓം വസുദേവാത്മജായ നമഃ. ഓം പുണ്യായ നമഃ. ഓം ലീലാമാനുഷ വിഗ്രഹായ നമഃ. ഓം ശ്രീവത്സ കൗസ്തുഭധരായ നമഃ. ഓം യശോദാവത്സലായ നമഃ. ഓം ഹരേ നമഃ. ഓം ചതുർഭുജാത ചക്രാസി ഗദാശങ്കാദി ആയുധായ നമഃ. ഓം നന്ദഗോപ പ്രിയാത്മജായ നമഃ. ഓം ശ്രീശായ നമഃ. ഓം നന്ദഗോപ പ്രിയാത്മജായ നമഃ. ഓം യമുനാവേഗ സംഹാരിണേ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം ബലഭദ്രപ്രിയ അനുജായ നമഃ. ഓം പൂതനാ ജീവിതഹരായ നമഃ. ഓം ശകടാസുരഭഞ്ജനായ നമഃ. ഓം നന്ദ വ്രജജനാനന്ദിനേ നമഃ. ഓം സച്ചിദാനന്ദ വിഗ്രഹായ നമഃ. ഓം നവനീത വിലിപ്താംഗായ നമഃ. ഓം നവനീത നടായ നമഃ. ഓം അനഘായ നമഃ. ഓം നവനീത നവാഹാരായ നമഃ. ഓം മുജുകുന്ദ പ്രസാദകായ നമഃ. ഓം ഷോഡശ സ്ത്രീ സഹസ്രേശായ നമഃ. ഓം ത്രിഭംഗിനേ നമഃ. ഓം ത്രിഭംഗി മധുരാകൃതയേ നമഃ. ഓം ശുക്രവാക് അമൃതാബ്ധിന്ദവേ നമഃ. ഓം ഗോവിന്ദായ നമഃ. ഓം യോഗിനാംബദയേ നമഃ. ഓം വത്സവാടധരായ നമഃ. ഓം അനന്തായ നമഃ. ഓം ധേനുകാസുരഭഞ്ജനായ നമഃ. ഓം ധേനുകാസുരഭഞ്ജനായ നമഃ. ഓം ത്രിനേത്ര തൃണാവർത്തായ നമഃ. ഓം യമളാർജുനഭഞ്ജനായ നമഃ. ഓം ഉത്താലതാളവേത്രേ നമഃ. ഓം തമാലശ്യാമളാകൃതയേ നമഃ. ഓം ഗോപഗോപീശ്വരായ നമഃ. ഓം യോഗിനേ നമഃ. ഓം കോടിസൂര്യസമപ്രഭായ നമഃ. ഓം ഇളാവതയേ നമഃ. ഓം പരസ്മൈ ജ്യോതിഷേ നമഃ. ഓം യാദവേന്ദ്രായ നമഃ. ഓം യദുദ്വഹായ നമഃ. ഓം വനമാലിനേ നമഃ. ഓം പീതവാസസേ നമഃ. ഓം പാരിജാത അപഹാരകായ നമഃ. ഓം ഗോവർദ്ധന ചലോദ്ധത്രേ നമഃ.
ഓം ഗോപാലായ നമഃ. ഓം സർവപാലകായ നമഃ. ഓം അജായ നമഃ. ഓം നിരഞ്ജനായ നമഃ. ഓം കാമജനകായ നമഃ. ഓം കഞ്ചലോചനായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. 54 അർച്ചനയെ കഴിഞ്ഞത്. പകുതി അർച്ചനയും കൂടി ഉണ്ട്. ഓരോ പൂവ് എടുത്താൽ മതി. ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം മധുഘ്നേ നമഃ. ഓം മധുരാനാഥായ നമഃ. ഓം ദ്വാരകാനായകായ നമഃ. ഓം ബലിനേ നമഃ. ഓം വൃന്ദാവന സഞ്ചാരിണേ നമഃ. ഓം തുളസീദാമഭൂഷണായ നമഃ. ഓം സ്യമന്തകമണയഹർത്രേ നമഃ. ഓം നരനാരായണാത്മകായ നമഃ. ഓം കുഞ്ചാകൃഷ്ട അംബരധരായ നമഃ. ഓം മായിനേ നമഃ. ഓം പരംപുരുഷായ നമഃ. ഓം പുഷ്ടികാസുരചാണൂരമല്ലയുദ്ധവിശാരദായ നമഃ. ഓം സംസാരവൈരിണേ നമഃ. ഓം കംസാരിണേ നമഃ. ഓം മുരാരയേ നമഃ. ഓം നരകാന്തകായ നമഃ. ഓം അനാദി ബ്രഹ്മചാരിണേ നമഃ. ഓം കൃഷ്ണാവ്യസനകർഷകായ നമഃ. ഓം ശിശുപാല ശിരക്ഷേത്രേ നമഃ. ഓം ദുര്യോധന കുല അന്തകായ നമഃ. ഓം വിദുര അക്രൂരവരദായ നമഃ. ഓം വിശ്വരൂപ പ്രദർശകായ നമഃ. ഓം സത്യവാചേ നമഃ. ഓം സത്യസങ്കൽപ്പായ നമഃ. ഓം സത്യഭാമാരതയേ നമഃ. ഓം ജൈനേ നമഃ. ഓം സുഭദ്രാപൂർവജായ നമഃ. ഓം ജിഷ്ണവേ നമഃ. ഓം ഭീഷ്മമുക്തിപ്രദായകായ നമഃ. ഓം ജഗദ്ഗുരവേ നമഃ. ഓം ജഗന്നാഥായ നമഃ. ഓം വേണുനാഥ വിശാരദായ നമഃ. ഓം വൃഷഭാസുര വിധ്വംസിനേ നമഃ. ഓം ബാണാസുര കരാന്തകായ നമഃ. ഓം യുധിഷ്ഠിര പ്രതിഷ്ഠാത്രേ നമഃ. ഓം ബർഹിവരഹ അവതംസകായ നമഃ. ഓം പാർത്ഥസാരഥയേ നമഃ. ഓം അവ്യക്തനായ നമഃ. ഓം ഗീതാമൃത മഹോദയേ നമഃ. ഓം കാളീയ ഗണമാണിക്യ രഞ്ജിത ശ്രീ പദാംബുജായേ നമഃ. ഓം ദാമോദരായ നമഃ. ഓം യജ്ഞഭോക്ത്രേ നമഃ. ഓം ദാനവേന്ദ്രനാശനായ വിനാശനായ നമഃ. ഓം ദാനവേന്ദ്ര വിനാശകായ നമഃ. ഓം നാരായണായ നമഃ. ഓം പരസ്മൈ ബ്രഹ്മണേ നമഃ. ഓം പന്നകാശനവാഹനായ നമഃ. ഓം ജലക്രീഡാ സമാസകൃത ഗോപീവസ്ത്ര അപഹാരകായ നമഃ. 101 അർച്ചനയായി. 7 അർച്ചന കൂടി നല്ലോണം ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യുക. പൂ മുഴുവൻ എടുക്കണ്ട. ഇത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു 10-18 അർച്ചന കൂടി ഉണ്ട്. അതുകൊണ്ട് ഓരോ പൂവായിട്ട് തന്നെ എടുത്താൽ മതി. പൂവ് കഴിഞ്ഞാൽ ഈ 2 മണി അക്ഷരമായിട്ട് അർച്ചിച്ചോളൂ.
ഓം ശ്രീകൃഷ്ണായ നമഃ. ഓം പുണ്യശ്ലോകായ നമഃ. ഓം തീർത്ഥപാദായ നമഃ. ഓം വേദവേദ്യായ നമഃ. ഓം ദയാനിധയേ നമഃ. ഓം സർവതീർത്ഥാത്മകായ നമഃ. ഓം സർവഗ്രഹരൂപിണേ നമഃ. ഓം പരാൽപരായ നമഃ. ഓം ശ്രീകൃഷ്ണായ നമഃ. പിന്നെ ആദ്യം ഇട്ടോട് തന്നെ വെച്ചോളൂ. ഒന്ന് കാലൊക്കെ വേണ്ടി രണ്ടാവോ ഒന്ന് മാറ്റി ഇരുന്നതോ. കാരണം കുറച്ച് നേരം ഒരേ ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കാം. അതുകൊണ്ട് കാലം ഇടത്തോളം വലത്തോളം മാറ്റി വെക്കണമെങ്കിൽ മാറ്റി വെച്ചോളൂ. 10 മിനിറ്റ് കൂടി. കണ്ണനെ നമ്മൾ ആ പീഠപൂജ ചെയ്ത് ആ പീഠത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിൽ കണ്ണനെ വരുത്തി നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കണ്ണനെ അലങ്കരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മളെ കൊണ്ട് കഴിയുന്ന നിവേദ്യങ്ങളൊക്കെ സമർപ്പിച്ച് നമ്മൾ കണ്ണൻ ഏറ്റവും ഇഷ്ടപ്പെട്ട നാമങ്ങളാണ് ഏട്ടൻ വിളിക്കുന്നതായിട്ടുള്ള 108 നാമങ്ങൾ. അതിലേക്ക് ബലഭദ്രപ്രിയാനുജ, ഈ ബലരാമേട്ടന്റെ പ്രിയപ്പെട്ട അനുജ എന്ന് വിളിക്കുമ്പോൾ ആ കണ്ണൻ ഉണ്ടാവുന്ന സംഭവം ഉണ്ടല്ലോ. ആ അഷ്ടോത്തരങ്ങളെ കൊണ്ടാണ് നമ്മൾ ഭഗവാനെ ആരാധിച്ചത്. ഇനി നമുക്ക് നമ്മുടേതായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെയുള്ള അർച്ചനയാണ്. 2 പൂവ് കുറച്ച് അരി നെല്ലും വെക്കുക. 2 പൂവ് കുറച്ച് അരി നെല്ലും നല്ലോണം തൊഴുതു പിടിക്കുക. സ്വന്തം നാളും പേരും പറഞ്ഞ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചോളൂ. ഭർത്താവിൻ്റെ കുട്ടികളുടെ ഒന്നും പറയണ്ട. നിങ്ങളുടെ സ്വന്തം എന്തെങ്കിലും കാലുവേദന നടുവേദന തുടങ്ങിയിട്ടുള്ള വേദനയൊക്കെ ഉണ്ടെങ്കിൽ ആ മുകളിലിരുന്ന് പൂജ ചെയ്യുന്നവർ അടുത്ത കൊല്ലമാകുമ്പോഴേക്കും താഴെ ഇരിക്കാൻ പാകത്തിന് കാലുവേദനകളൊക്കെ മാറ്റിത്തരണേ നല്ലോണം പ്രാർത്ഥിച്ചോളൂ. നിങ്ങളുടെ പ്രാർത്ഥന പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ അടുത്ത കൊല്ലം സപ്താഹത്തിന് മനുഷ്യൻ ചെയ്യില്ല. എന്തൊരു വേദന കൊണ്ടാണോ മുകളിലിരിക്കേണ്ടി വരുന്നത്, ആ വേദന മാറ്റാൻ കണ്ണനോട് നല്ലോണം പറഞ്ഞോളൂ. ശരീരത്തിന് മാത്രമല്ല മനസ്സിനും വേദനകൾ ഉണ്ടാവും. ആ വേദനകളൊക്കെ പറഞ്ഞോളൂ കണ്ണനോട്. നിങ്ങളുടെ സ്വന്തമായിട്ട് ഉള്ള കണ്ണനാണ്. നിങ്ങൾ ആവാഹിച്ച കണ്ണനോട് നിങ്ങൾ മാത്രമേ പറയുള്ളൂ. വേറെ ഒരാളില്ലേ. വേദിയിൽ തൊഴുമ്പോൾ എല്ലാവരും ഒന്ന് തൊഴും. നിങ്ങൾ വിളിച്ചു വരുത്തിയ കണ്ണനാണ്, നിങ്ങൾ കുളിപ്പിച്ച കണ്ണനാണ്, നിങ്ങൾ പായസം നിവേദ്യവും വെണ്ണയും കൊടുത്ത കണ്ണനാണ്, നിങ്ങളുടെ സ്വന്തമാണ്. എന്താച്ചാ പറഞ്ഞോളൂ ആ കണ്ണനോട്. പറഞ്ഞ് അർച്ചിച്ചോളൂ. ഇനി 2 പൂവും അരി നെല്ലും കൊടുത്ത്, പൂവിന് 2 അല്ലെങ്കിൽ 1 പൂ കൊടുത്താൽ മതി. ലേശം കുറച്ച് അരി നെല്ലും കൊടുത്ത് ശ്രദ്ധിച്ചതിന് ശേഷം പ്രാർത്ഥിക്കുക. അച്ഛന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരുടെയും അച്ഛൻ ചിലപ്പോൾ ജീവിച്ചിരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവര് അച്ഛൻ മരിച്ചു പോയവര് ആ അച്ഛന് ഭഗവാന്റെ ലോകത്ത് ഭഗവാനോടൊപ്പം ഇരിക്കാനുള്ള ഭാഗ്യം കിട്ടണമെന്ന് പ്രാർത്ഥിക്കുക. അച്ഛൻ ജീവിച്ചിരിക്കുന്നവര് ആ അച്ഛനും ആയുസ്സും ആരോഗ്യവും ഒക്കെ കൊടുക്കണമെന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ പേര് നാളെ പറയുമെങ്കിൽ അത് പറഞ്ഞ് പ്രാർത്ഥിക്കുക. അച്ഛൻ മരിച്ചു പോയവർ അച്ഛന് ആ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ ജീവിച്ചിരിക്കുന്നവർ അച്ഛന് ആയുസ്സും ആരോഗ്യവും ഒക്കെ ഉണ്ടാവാൻ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചോളൂ. ഇനി അമ്മയ്ക്ക് വേണ്ടിയുള്ള അർച്ചനയാണ്. ആ അമ്മ ജീവിച്ചിരിക്കുന്നവരൊക്കെ അമ്മയ്ക്ക് ആയുസ്സും ആരോഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ അമ്മ മരിച്ചു പോയവരുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഭഗവാന്റെ ലോകത്ത് സദ്ഗതി കൊടുക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഒരു കൊല്ലത്തെ ശ്രാദ്ധം ആ നടത്തിയ ഒരു ഫലമാണ് ഈ ഒരു സർവീശ്വര്യ പൂജയിൽ മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ. നിങ്ങളുടെ മനസ്സിന് തൃപ്തി കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞാൽ അർച്ചിച്ചോളൂ. ഇനി വിവാഹം കഴിയാത്തവരുണ്ടെങ്കിൽ അവർ വെറുതെ ഇരുന്നാൽ മതി. വിവാഹം കഴിഞ്ഞവർ
മാത്രം ചെയ്താൽ മതി. ഈ ഒരു അർച്ചന ഭർത്താവിന് വേണ്ടിയിട്ടാണ്. വിവാഹം കഴിയാത്തവരുണ്ടെങ്കിൽ അവിടെ തൊഴുതിരുന്നാൽ മതി. വരാൻ പോകുന്ന ആളെ സങ്കല്പിച്ചിരുന്നോളും. ആരെങ്കിലും ഭർത്താവ് മരിച്ചു പോയവരുണ്ടെങ്കിൽ ആ ഭർത്താവിന് ഭഗവത്പാദം അവിടെ ഭഗവാന്റെ പാദത്തിൽ എത്രയെന്ന് പ്രാർത്ഥിക്കുക. ഭർത്താവ് ജീവിച്ചിരിക്കുന്നവർക്ക് ഭർത്താവിന് വേണ്ടിയിട്ട് ഭർത്താവിന് ആയുസ്സും ആരോഗ്യവും മനസമാധാനവും സമ്പത്തും ഒക്കെ ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിച്ച് അർച്ചിക്കുക. കല്യാണം കഴിഞ്ഞവരൊക്കെ നല്ലോണം പ്രാർത്ഥിച്ചോളൂ. ആ ഭർത്താവ് മാത്രമേ കൂടെ ഉണ്ടാവുള്ളൂ. എന്നും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചോളൂ. ഈ ഭർത്താവിന് എന്തെങ്കിലും ചില ദുശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിത്തരാൻ ഇപ്പോൾ പറഞ്ഞാൽ മതി. കണ്ണിനോട് വല്ല മദ്യപാനോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പറഞ്ഞാൽ മതി. ഭഗവാൻ മാറ്റിക്കോളും. ഇനി കുട്ടികളുള്ളവര് അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ കല്യാണം കഴിഞ്ഞ കുട്ടികളില്ലാത്തവർ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ആദ്യം മൂത്ത കുട്ടിക്ക് വേണ്ടി പേരും നാളും പറഞ്ഞ് പ്രാർത്ഥിക്കുക. പിന്നെ രണ്ടാമത്തെ കുട്ടി, എത്ര കുട്ടികളാണോ നിങ്ങൾക്കുള്ളത് അവർക്ക് വേണ്ടി ഓരോ അർച്ചന നിങ്ങളുടെ ഓരോ കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അർച്ചിച്ചോ. ചിലപ്പോൾ ചില കുട്ടിക്ക് സന്താനമാവാൻ വേണ്ടി, ചില കുട്ടിക്ക് വിദ്യാഭ്യാസമാവും, ചില കുട്ടിക്ക് ജോലിയാവും. എന്താണോ നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടത് അത് പ്രാർത്ഥിച്ച് അർച്ചിച്ചോ. നമ്മുടെ ക്ഷണം കമ്മിറ്റിയുടെ ക്ഷണം കല്യാണ ക്ഷണം ദേവസ്വം കുട്ടികൾക്ക് വേണ്ടി അർച്ചിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി അർച്ചന ചെയ്തോളൂ. ഓരോ പൂവും അക്ഷരത്ത് അതെല്ലാവരും അത് സഹോദരിമാർക്കോ സഹോദരന്മാർക്കോ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ആർക്ക് വേണ്ടിയാ ചാടാം. കൗണ്ടറിലാകുമ്പോൾ ഷീട്ടാക്കണം. അതാകുമ്പോൾ ഷീട്ടാക്കണ്ട. നിങ്ങൾക്ക് ആർക്കൊക്കെ വേണമെങ്കിലും അർച്ചന ചെയ്യാം. ഏട്ടൻ, അനിയൻ, ഏടത്തി, അനിയത്തി, അച്ഛൻ്റെ പെങ്ങള്, അമ്മയുടെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ നിങ്ങളുടേതായ ബന്ധുക്കള് കൂട്ടുകാരികളൊക്കെ ഉണ്ടാവില്ലേ, ഓരോരുത്തർക്കും വേണ്ടി അർച്ചിച്ചോളൂ. ഓരോ പൂവും 2 കരിനെല്ലി മണിയെടുത്ത് അർച്ചിച്ചോളൂ. 1 മിനിറ്റ് സമയമുണ്ട്. ആർക്കൊക്കെ വെച്ചാൽ വേണ്ടി അർച്ചിക്കാം. അർച്ചന കഴിഞ്ഞാൽ നമ്മൾ സമർപ്പിക്കുകയാണ്. നല്ലോണം അർച്ചിക്കാനുള്ളതൊക്കെ അർച്ചിച്ചോളൂ. അഡ്വന്റിയൊക്കെ പേര് വേണമെങ്കിൽ അർച്ചിക്കുക. ഇനി 1 മിനിറ്റ് ഇവിടെ ശ്രദ്ധിക്കുക. അത് പൂജ ചെയ്യുന്നവർ മാത്രമല്ല മറ്റ് പൂജ തൊഴുതിരിക്കുന്നവരും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. 2 മിനിറ്റ് ഈ ഒരു ക്ഷേത്രം നിങ്ങൾക്ക് ഓർമ്മയുള്ള കാലത്ത് ചെറിയ കുട്ടികളല്ല പൂജിക്കുന്നത്. ആ ഓർമ്മയുള്ള കാലത്ത് ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ വന്നു, ഒരുപാട് അഭിവൃദ്ധി ഉണ്ടായി. ഈ അഭിവൃദ്ധി മുഴുവൻ നിങ്ങളോ നിങ്ങളുടെ വീട്ടിലുള്ളവരോ സമർപ്പിച്ച സമ്പാദ്യം കൊണ്ട്, സമർപ്പണം കൊണ്ട് ഉണ്ടായത് തന്നെയാണ്. ആരും വേറൊരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല. ഇതിന്റെ ആ ഒരു പുണ്യം ഭയങ്കര പന്തലുണ്ടാവുക കാരണം എത്ര ശക്തമായ മഴ വന്നാലും വെയിൽ വന്നാലും നമുക്ക് ഇന്ന് ഭാഗവതം കേൾക്കാനോ ഐശ്വര്യപൂജ നടത്താനോ വരുന്ന ആളുകൾക്ക് വിശ്രമിക്കാനോ ഒക്കെ സൗകര്യമായിട്ടുണ്ട്. പക്ഷേ സൗകര്യങ്ങൾ പൂർത്തിയായിട്ടില്ല. കുറച്ചും കൂടി പൂർത്തിയാവാനുണ്ട്. അതിന് നമ്മൾ തന്നെ പരിശ്രമിക്കണം. ഐശ്വര്യം വർദ്ധിക്കാൻ സ്വന്തം വീട്ടിൽ ഐശ്വര്യം വർദ്ധിക്കണം. അവരവന്റെ വീട്ടിൽ വരുമാനം കൂടിയാലേ വീട് കൊടുക്കാൻ പറ്റുള്ളൂ. 1000 രൂപ വരുമാനമുള്ള ആൾക്ക് 2000 കൊടുക്കാൻ പറ്റുമോ? അപ്പോൾ വീട്ടില് വരുമാനം വർദ്ധിക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലെ സൽക്രമങ്ങൾ നടക്കണം. നിങ്ങൾക്ക് ദിവസവും വീട്ടിൽ പൂജ ചെയ്യാൻ പറ്റില്ല. പക്ഷേ മാസത്തിലൊരിക്കൽ, ഏത് ദിവസമായാലും വേണ്ടില്ല, അത് നിങ്ങൾ തന്നെ തീരുമാനിക്കണം.
വീട്ടിലെ അച്ഛനും അമ്മയും മക്കളെ കൂടി തീരുമാനിക്കുക, മാസത്തിൽ ഒരു ദിവസം 1 മണിക്കൂർ നിങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് നാമം ജപിക്കും എന്നാണ്. എല്ലാവരും കൂടി ഇരുന്നിട്ട് നാമം ജപിക്കൽ. അത് ഞായറാഴ്ചയോ തിങ്കളാഴ്ച എപ്പോഴാച്ചാ തീരുമാനിച്ചോളൂ. അതിപ്പോ ഇരിക്കുമ്പോൾ നിങ്ങൾ അമ്മമാര് തീരുമാനിച്ചാൽ മതി, അത് ബാക്കിയുള്ളവരനുസരിച്ച് പോകും. ആ സമയത്ത് മാസത്തിലൊരിക്കൽ നിർബന്ധം പറഞ്ഞിട്ടുള്ളൂ, എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട്. അല്ലാണ്ടുള്ള നാമജപങ്ങളൊക്കെ നിങ്ങൾ തുടരുന്ന വേണം. ഇതിന് ഇപ്പൊ ചെയ്യുന്നതിനൊക്കെ പുറമെ ആയിട്ട് 1 മണിക്കൂർ രാത്രിയിലും കുഴപ്പമൊന്നുമില്ല, രാത്രി 7 മുതൽ 8 വരെ ആയാലും കുഴപ്പമൊന്നുമില്ല. TV ഓഫാക്കി വെച്ചിട്ടാവണമെന്നില്ലോ, മൊബൈലൊക്കെ ഓഫാക്കി വെച്ചിട്ടാവണമെന്നില്ലോ. വേണ്ടത് രാവിലെയാണ്. പ്രഭാതത്തിൽ ഒരു 6 മണി മുതൽ 7 മണി വരെയുള്ള ആ ഒരു സമയത്തിനുള്ളിലൊക്കെ ആണെങ്കിൽ 5 മണിക്ക് എണീറ്റ് കുളിച്ച് അവിടെ ആ പൂജാമുറിയിൽ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ഈ പൂജാമുറിയിലേക്ക് വിളക്ക് വെക്കുന്ന സ്ഥലത്ത് വിളക്ക് വെച്ചിട്ട് ഈ നാമം മതി. കലിയുഗത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള നാമമാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ നാമം മൊബൈൽ അലാറം വെച്ചോളൂ. 1 മണിക്കൂർ കഴിഞ്ഞ് അലാറം അടിക്കാൻ ഒരാളെ തെറ്റിക്കൊടുത്ത് മറ്റ് സാധാരണ അച്ഛനും അമ്മയും ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, 2 കുട്ടികളുടെ ആരൊക്കെയാണ് വീട്ടിലുള്ളത് അവര് രചിച്ചോളണം. ചിങ്ങമാസം തുടങ്ങുക 2 ദിവസം കഴിഞ്ഞ് മലയാള മാസം നോക്കിയിട്ടാകണം. ഇനി എന്നാണ് എന്നുള്ളത് തീരുമാനിക്കാൻ 2 ഓപ്ഷൻ പറഞ്ഞു തരാം. ഒന്നുകിൽ നമ്മുടെ വീട്ടിലെ കുട്ടികളുടെ നാള് എന്നാണ് നോക്കുക. അപ്പൊ ചിലപ്പോൾ 2 കുട്ടി ഉണ്ടെങ്കിൽ 2 കുട്ടികൾ തർക്കാവും. 1 മാസം ഒരു കുട്ടിയുടെ നാളിലായിക്കോട്ടെ, അടുത്ത മാസം അടുത്ത കുട്ടിയുടെ നാളില്, അടുത്ത മാസം അച്ഛൻ്റെ നാളില്, അടുത്ത മാസം അമ്മയുടെ നാളില്. രാവിലെ 6 മുതൽ 7 വരെ ആർക്കും സ്കൂളിൽ പോകാനൊന്നുമില്ല, ആർക്കും ഓഫീസിൽ പോകാനൊന്നുമില്ല. സമയം തന്നെ ഉറപ്പിച്ചോളൂ. രാവിലെ 6 to 7, 7 മണി കഴിഞ്ഞിട്ട് മതി അടുക്കളയിൽ ചായ ഉണ്ടാക്കാനൊക്കെ. ആ ദിവസം ഞായറാഴ്ച മതി, അല്ലെങ്കിൽ ശനിയാഴ്ച മതി, അല്ലെങ്കിൽ സർക്കാർ ഒഴിവുകൾ വരും എല്ലാ മാസവും. എപ്പോഴായാലും അത് ഉറപ്പിക്കുക, അത് എഴുതി വെക്കും വേണം. അതിനായിട്ട് പുസ്തകം ഈ മാസം ഇന്ന ദിവസം ഇന്ന നാളില് അതെന്താ കാരണം, അന്ന് എൻ്റെ ചെറിയ കുട്ടിയുടെ നാളാണ്, കാരണം കൂടി എഴുതി വെക്കണം ആ പേജില്. അന്ന് ആരൊക്കെ ഉണ്ടായിരുന്നു നാമം ജപിക്കാൻ. ചിലപ്പോൾ എനിക്ക് വിരുന്നുകാർ വന്നു വെച്ചാൽ നമ്മൾ ദിവസം മാറ്റരുത്, അവരെയും കൂടി ഇരുത്തിയിട്ട് നാമം ജപിക്കണം. മാത്രമല്ല ഈ ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുന്ന ഫോട്ടോ എടുക്കണം. അത് നിങ്ങളുടെ കുടുംബക്കാരുടെ ഗ്രൂപ്പിലിടണം. എന്തിനു വേണ്ടിയിട്ടാ? നിങ്ങൾ നാമം ജപിക്കുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവർക്ക് നാമം ജപിക്കാൻ പ്രേരണയാവാനാണ്. മനസ്സിലാവുന്നത്? നിങ്ങൾക്ക് നിങ്ങളുടെ കേമത്തം കാണിക്കാനല്ല, മറ്റുള്ളവർക്ക് പ്രേരണയാവാനാണ്. ഭാര്യയും ഭർത്താവും കുട്ടികളൊക്കെ ഒരുമിച്ചിരുന്ന് നാമം ജപിക്കുന്നത്. പറ്റിയാണെങ്കിൽ ഒരു ലേശം വീഡിയോ ആയിക്കോട്ടെ, ഒരു മിനിറ്റിന്റെ വീഡിയോ ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ളവർ കേട്ട് ചെല്ലുക. ഇത്രയേ ഉള്ളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. 12 മാസമേ ഉള്ളൂ. അടുത്ത ഈ കർക്കിടകത്തിലെ സപ്താഹം ആകുമ്പോഴേക്കും 12 മണിക്കൂർ നിങ്ങൾ വീട്ടിൽ ഒരുമിച്ചിരുന്ന് നാമം ജപിച്ച പുണ്യായില്ലേ. 12 മണിക്കൂർ പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജപിച്ച സമയമായി. 1 മാസത്തിൽ 1 മണിക്കൂർ ജപിക്കുക വഴി. നിങ്ങൾ തീരുമാനിക്കുക, കണ്ണന്റെ മുമ്പിൽ വെച്ചിട്ട്, കണ്ണാ ഞാൻ ഈ പറഞ്ഞത് ഇത് വ്യക്തമായില്ല, പിന്നീട് ഒന്ന് ചോദിച്ചാൽ മതി എങ്ങനെയാണെന്നുള്ളത്. മാത്രമല്ല മനസ്സിലായ ആൾക്കാരുണ്ടാവും, അവരോട് ചോദിച്ചാൽ മതി. തീരുമാനിക്കുക. ഒരു കാശ് ചെലവുള്ള വഴിപാടൊന്നും പറഞ്ഞിരുന്നില്ല, ഒരു കാശ് ചെലവുമില്ല. പൂജാമുറിയിൽ ഒരുമിച്ച് ജപിക്കുന്നതിന് വേണ്ടും തയ്യാറാവുക. അങ്ങനെ അടുത്ത കൊല്ലാവുമ്പോഴേക്കും നിങ്ങളുടെ വരുമാനം വർദ്ധിച്ചിട്ടുണ്ടാവും, മനസമാധാനം വർദ്ധിച്ചിട്ടുണ്ടാവും, വീട്ടില് കുടുംബത്തിലെ ഐശ്വര്യം വർദ്ധിച്ചിട്ടുണ്ടാവും, കുട്ടികളുടെ മാർക്ക് വർദ്ധിച്ചിട്ടുണ്ടാവും. ഒരു കൊല്ലം കൊണ്ട് 3 പരീക്ഷ ഉണ്ടാവില്ലേ, ക്വാർട്ടർലി, ഹാഫ് ഇയർലി, ഇയർലി പരീക്ഷ നടക്കില്ലേ കുട്ടികൾക്ക്. ഒരു സംശയം വേണ്ട, കുട്ടികളുടെ മാർക്ക് വർദ്ധിച്ചിട്ടുണ്ടാവും, അവർക്ക് ബുദ്ധി വർദ്ധിച്ചിട്ടുണ്ടാവും. ഗ്യാരണ്ടിയാണ്, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ആ ദിവസം വീട്ടില് ഒരു കാരണവശാലും മാംസത്തിന്റെ പൊടി പോലും ഉണ്ടാകാൻ പാടില്ല. ആ ദിവസം എല്ലാ ദിവസവും വേണ്ടതാണ് പറയുന്നത് പറഞ്ഞാൽ പ്രാക്ടിക്കൽ ആവില്ല. ഈ ഒരു ദിവസം, അതിന്റെ തലേ ദിവസം മുതൽ തന്നെ നമ്മൾ വീട്ടിലൊക്കെ ശ്രാദ്ധം ഒക്കെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണോ
ഒരുക്കാരം. അതുപോലെ മാംസാഹാരമൊന്നും ഇല്ലാണ്ട് ഇനി ആ ദിവസം അന്ന് രാവിലെ നാമം ചൊല്ലിയിട്ട് വൈകുന്നേരം പോയിട്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കരുത്. അന്നത്തെ ദിവസം ഒരു പ്രധാനമായിട്ട് എങ്ങനെ ജീവിക്കുക കഴിയുക. ഭക്ഷണമൊക്കെ തന്നെ കഴിച്ചോളൂ, വീട്ടിലുണ്ടാക്കുന്നത് വെജിറ്റേറിയൻ ആയിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അന്നും അടുത്തുള്ള അമ്പലത്തിൽ പോയിട്ട് ദൂരെ അതൊക്കെ ഭക്ഷണങ്ങൾ ചെയ്തു. അങ്ങനെ മാസത്തിൽ ഒരു ദിവസം ഒരു ശുദ്ധമായിട്ട് ഇരുന്ന് നോക്കൂ. 3 മാസം കൊണ്ട് തന്നെ അതിന്റെ ഗുണം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റും. അടുത്ത കൊല്ലമാകുമ്പോഴേക്കും ഭാഗവത്തിൽ വരുമ്പോൾ സർവീസിന് കുറിച്ച് നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഭാവമൊക്കെ ആകെ മാറിയിട്ടുണ്ടാവും. തയ്യാറായിക്കോളും. സർവീശ്വര പൂജയ്ക്ക് പറയണ്ടായി ഇന്നലെ പേര് കൊടുക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞാൽ ഏതാണ്ട് എല്ലാവരും ഉണ്ടായിരുന്നു. കുറ്റം പറയല്ല കേട്ടോ, എന്ന് വിചാരിക്കേണ്ട. കുറ്റം പറയുന്ന സ്ഥലം ഭാഗവത വേദി. പലരും എനിക്ക് വരാൻ പറ്റില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് പേര് കൊടുക്കാണ്ടിരുന്നത്. എനിക്ക് നിലത്തിരിക്കാൻ പറ്റിയില്ലെങ്കിലോ അപ്പൊ ചിലർക്ക് കസേരയിൽ സ്റ്റൂളിലിരിക്കാൻ പറ്റുമെന്ന് വിചാരം ഉണ്ടായിരുന്നില്ല. അത് പരിഗ്രഹമായിരുന്നു. പക്ഷേ നമ്മൾ അനുഗ്രഹം എന്താ കാണേണ്ടത്? 30 പേര് തയ്യാറായ പൂജയ്ക്ക് ഇപ്പൊ 60ഓളം പേരുണ്ട്. അപ്പൊ ഭഗവാനെ ആരാധിക്കാൻ കൂടുതൽ ആളുകളുടെ ഉള്ളിലേക്ക് ഈശ്വരചിന്ത വന്നു എന്നുള്ളതല്ലേ വരുന്നത്. നല്ലതാണ്. കൂടി വരിക തന്നെയാണ് വേണ്ടത്. വൈകി വരുന്നവർക്ക് മോക്ഷം കൊടുക്കുന്ന ആള് തന്നെയാണ് വൈകിട്ടപ്പൻ. നമ്മൾ വൈകി വന്നു വിചാരിച്ചിട്ട് കമ്മിറ്റിക്കാർക്ക് നിങ്ങളോടൊരു വിരോധമില്ല. കാരണം അവര് അമ്പലത്തിന് വേണ്ടി എന്തും പ്രവർത്തിക്കാൻ തയ്യാറാണ്. ഇവിടെ വരുന്നവർക്ക് വേണ്ടി എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കാൻ അവർ തയ്യാറാണ്. ആ കറണ്ട് പോകുമ്പോഴാണ് ആ ഒരു വിളക്കിന്റെ ഭംഗി കൂടുതലായിട്ട് തെളിഞ്ഞു കാണാൻ പറ്റുക. മൊബൈലിലുള്ളവരൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചോളൂ. പൂജയ്ക്ക് ഇരിക്കുന്നവർ മൊബൈൽ എടുക്കണ്ട. 2 മിനിറ്റും കൂടിയുള്ളൂ നമ്മുടെ ആ ഒരു പൂജ. കറണ്ട് വന്നോട്ടെ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, കൃഷ്ണ കൃഷ്ണ ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവീശ്വര പൂജയുടെ ആ സമർപ്പണ രംഗമാണ്. കുറച്ച് പൂവും അക്ഷരമൊക്കെ എടുത്തോളും. പൂ കുറച്ച് ഭാഗത്ത് വെക്കണം. ലേശത്താണ് പൂവും കുറച്ച് അക്ഷരവും എടുത്തോളും. നല്ലോണം തൊഴിൽ വെച്ച് നിങ്ങൾ അലങ്കരിച്ച ആ പൂജിച്ച നിവേദ്യം സമർപ്പിച്ച അർച്ചന ചെയ്ത ആ കണ്ണനോട് കണ്ണനെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തന്നെ തിരിച്ച് ആക്കുകയാണ്. അതിന് മുമ്പ് എന്തെങ്കിലും പറയാണെങ്കിൽ കണ്ണനോടൊന്ന് പറഞ്ഞ് തൊഴുതുകൊണ്ടൊന്ന് കുമ്പിട്ടോളൂ. കണ്ണന്റെ മുമ്പിൽ ഒന്ന് തല വയ്ക്കുക പരമാവധി. എന്തെങ്കിലും ഈ പൂജയിൽ കഴിവ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേന്ന് പറയുക. മന്ത്രങ്ങൾ ജില്ലയിൽ എന്തെങ്കിലും കഴിവ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേന്ന് പറയുക. ഇനി നമ്മൾ പറഞ്ഞ കുറെ ആഗ്രഹങ്ങൾ നിങ്ങൾ പറഞ്ഞു. ഈ പറഞ്ഞ ആഗ്രഹങ്ങൾ മാത്രമല്ല, അതിനപ്പുറത്തും കണ്ണൻ സർവ ഐശ്വര്യങ്ങളിൽ നിന്ന് ആവശ്യമുള്ളപ്പോൾ മുമ്പിൽ കൂടെ ഉണ്ടാവണേന്ന് നല്ലോണം പ്രാർത്ഥിക്കുക. എന്തെങ്കിലും വിഷമം വരുമ്പോ കണ്ണാന്ന് വിളിക്കാൻ തോന്നണേന്ന് പ്രാർത്ഥിക്കുക. അയ്യോ എന്ന് വിളിക്കുന്നതിന് പകരം കണ്ണാന്ന് വിളിക്കാൻ തോന്നണേ പ്രാർത്ഥിക്കുക. ഇനി അറിയാട്ടെ ഞാൻ അയ്യോ വിളിച്ചാൽ ഒരു പാ കൂടി ചേർത്ത് അയ്യപ്പാന്നാക്കി മാറ്റാൻ തോന്നണേന്ന് പ്രാർത്ഥിക്കുക. ഇനി നിങ്ങളോട് ആർക്കെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ആ ദേഷ്യമൊക്കെ മാറ്റി സ്നേഹമാക്കി തരണേന്ന് പ്രാർത്ഥിക്കുക. ഭഗവാന്റെ ലക്ഷണമായിട്ട് ചിത്രശലഭം വന്നിട്ടുണ്ട് ശാലയില്. അത് ഇടയ്ക്കൂടെ വരുന്നുണ്ട്. ചിത്രശലഭം പൂജയ്ക്കിടയിൽ വന്നാൽ ഭഗവാന്റെ സാന്നിധ്യം ഉറപ്പാണ്. എന്നിട്ട് ഈ സമയത്ത് പൂവാറ്റയ്ക്ക് വരേണ്ട ആവശ്യമില്ല. അവിടെ ചിത്രശലഭം വരുന്നുണ്ടെങ്കിൽ ഭഗവാൻ തന്നെയാണ്
പ്രത്യക്ഷമായിട്ട് വരുന്നത്. ഇനി നിങ്ങൾക്ക് ആരോടെങ്കിലും ശത്രുതയുണ്ടെങ്കിൽ അതൊക്കെ ഇല്ലാണ്ടാക്കി സ്നേഹം മാത്രമാക്കണേ എന്ന് പ്രാർത്ഥിച്ച് രണ്ട് കൈ കൊണ്ടും കൂടി അവിടെ വിളക്കിന്റെ ചോട്ടിൽ വെച്ച് ആ കണ്ണന്റെ കാല് മുറുക്കെ പിടിക്കുക എന്ന് വിചാരിച്ച് രണ്ട് കൈയോട് അമർത്തി വെക്കുക. കൈ എടുക്കേണ്ട കൈയോട് അമർത്തി വെക്കുക ആ വിളക്കിന്റെ ചോട്ടില്. കണ്ണന്റെ കാല് പിടിക്കുക എന്ന് വിചാരിച്ച് കണ്ണാ പിഴകളെല്ലാം തീർത്ത് അനുഗ്രഹിക്കണേന്ന് പറയുക. വാക്കിൽ പിഴയുണ്ടാവും, പ്രവൃത്തിയിൽ പിഴയുണ്ടാവും. ജീവിതത്തില് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ണാ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ആ കണ്ണന്റെ കാലം ഒക്കെ പിടിച്ച് ക്ഷമ ചോദിച്ചോളൂ. തെറ്റുകൾ അന്ന് പറയാണ്ട് ഒക്കെ പറ്റിയിട്ടുണ്ടാവും. ക്ഷമിക്കണേ എന്ന് പറഞ്ഞ് ചിലപ്പോ കണ്ണിന്ന് വെള്ളം വീഴും. വെള്ളം വീണോട്ടെ, കുഴപ്പമില്ല. ഇനി നിവർന്നിരുന്ന് കണ്ണടച്ചിട്ട് മനസ്സുകൊണ്ട് ആ കണ്ണനെ ഒന്ന് എടുത്ത് മടിയിൽ വെക്കുക. മനസ്സുകൊണ്ട് എന്താ പറയാൻ പോകുന്നത് ആദ്യം സങ്കല്പിക്കാൻ പറ്റുമോ? പറ്റെങ്കിൽ പറഞ്ഞോളൂ. ആ കണ്ണനെ മടിയിൽ വെച്ച് ആ മനസ്സുകൊണ്ട് ആ കണ്ണന്റെ കവിളിൽ നല്ലൊരു ഉമ്മ കൊടുക്കുക. അമർത്തി കൊടുത്തോളൂ ആ ഉണ്ണിക്കണ്ണന്റെ കവിളില്. എന്റെ കണ്ണനെ ആ നെഞ്ചോടൊന്ന് ചേർത്ത് കെട്ടി പിടിച്ചോളൂ മനസ്സുകൊണ്ട്. കണ്ണ് നിറയും, കണ്ണീര് വീഴും ഒക്കെ ഉണ്ടാവും. നല്ലോണം മധുരോളം ആ കണ്ണനെ ഒന്ന് മനസ്സുകൊണ്ടങ്ങ് കെട്ടിപ്പിടിച്ച് ആ കണ്ണന്റെ കവിളില് ഒരു ഉമ്മയും കൂടി കൊടുത്ത് കണ്ണാ ഈ ഒരു സ്നേഹം കണ്ണനോട് ഒന്നും ഉണ്ടാവണേ മനസ്സില് നല്ലോണം പ്രാർത്ഥിച്ചോളൂ. വേദിയില് കണ്ണന് ദീപാരാധന കാണിക്കും. അത് നോക്കി തൊഴുക. അതിന് ശേഷമാണ് നിങ്ങളുടെ ദീപാരാധന. വേദിയിലേക്ക് നോക്കി തൊഴുതോളൂ. അതിനുശേഷം അവിടെ ദീപാരാധനയ്ക്ക് പറയാം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം ദേവി മഹേശ്വരി പാവേ തവ ചരണയുഗം രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. കർപ്പൂരം അവിടുന്ന് തൊഴുതോളൂ. ഒന്ന് ഉയർത്തി കാണിക്കും. ഇനി ഒന്നും കണ്ടു പറയാൻ ബാക്കിയില്ലല്ലോ. കണ്ണനെ ആഴ്ത്തി കാണിക്കുകയല്ലേ. ആ ചെരാത് എടുത്തോളൂ. കിടത്തെ കയ്യിൽ പിടിച്ചോളൂ. ഒരു കർപ്പൂരം എടുത്ത് കയ്യിൽ പിടിക്കുക. വലത്തെ കയ്യില് കത്തിക്കാനായിട്ടില്ല. കാരണം ആ കർപ്പൂരം കയ്യിൽ പിടിച്ചാൽ അധിക നേരം നിങ്ങൾക്ക് കയ്യിൽ പിടിക്കാൻ പറ്റില്ല. കാരണം ചെരാത് വേഗം ചൂടാവും. അപ്പൊ അതുകൊണ്ട് മുഴുവൻ കേട്ടതിന് ശേഷം പറഞ്ഞ